അച്ഛൻ്റെ ഒരു അഭിപ്രായത്തിൽ അപ്പോൾ ഏത് രീതിയിലുള്ളൊരു ബന്ധം കൊണ്ടുപോകുന്നതായിരിക്കും എപ്പോഴും നല്ലത്? അതായത് സ്ത്രീ എപ്പോഴും ഒരു തട്ട് താഴ്ന്നു നിൽക്കുന്നതായിരിക്കുമോ, അല്ലെങ്കിൽ സ്ത്രീ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്നതായിരിക്കുമോ, അതല്ല കുടുംബത്തിൽ ആരാണോ കുടുംബം നോക്കുന്നത് അവരൊരു തട്ട് മുന്നിൽ നിൽക്കുന്നതാണോ? ഇതിൽ ഏതായിരിക്കും നല്ലത്? കുടുംബം നോക്കുന്നവൾ പോലെ നിൽക്കുന്നതായിരുന്നു പഴയ കാലങ്ങളിൽ നല്ലത് അന്നത്തെ. ഇന്ന് കാലം മാറിയല്ലോ. നമ്മൾ ബൈബിളിൽ തന്നെ എടുത്താൽ തന്നെ വാരിയിൽ നിന്നും സ്ത്രീയെ എഴുതുന്നൊരു വാക്കുണ്ട്. സ്ത്രീ എന്ന് പറയുന്ന ആൾ വാരിയല്ലാണ് എന്ന് പറഞ്ഞാൽ പല പല തകർച്ചയും വരാതെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പം കൂടുതൽ സഹിക്കാനും അഡീഷനും കഴിവും പെണ്ണിനാണ്. പ്രസവവേദന, ദേഹത്തിൻ്റെ ബുദ്ധിമുട്ട് ആണിൻ്റെ പകുതി പോലും പറ്റിയ വായു അടിക്കാനേ പറ്റുള്ളൂ. നേരെ അതുകൊണ്ടാണ് നമ്മുടെ അമ്മമാരുടെയൊക്കെ സഹനമാണ് പല കുടുംബം നിലനിൽക്കാനുള്ള കാരണം. ആ രീതിയിൽ ഇച്ചിരി പോട്ടലും വെച്ച് സഹിക്കുമ്പോൾ ഒത്തിരി നേട്ടമുണ്ട്. അതേസമയം ഇന്ന് ഓർക്കാനുള്ളത് രണ്ടുപേരും തുല്യരാണല്ലോ. ഭർത്താവ് ചെയ്യുന്ന എല്ലാ കാര്യം ഭാര്യയ്ക്ക് ചെയ്യാൻ പറ്റിയല്ല, ഭാര്യയുടെ കാര്യം ഭർത്താവിനും പറ്റിയല്ല. അപ്പം അത് പരസ്പര പൂർവ്വങ്ങളായിട്ട് ഇപ്പോൾ അവൾ ഏൺ ചെയ്താൽ അവളും ഏൺ ചെയ്യുന്നവനും ചെയ്യുന്നു. ഏൺ ചെയ്യുന്നില്ല തന്നെ മക്കളെ നോക്കുന്നതോ കുടുംബം നോക്കുന്നില്ലേ, അതും രണ്ടും ഒപ്പല്ലേ. അപ്പം തുല്യതയിൽ കണ്ട് പരസ്പര ബഹുമാനം കൊടുക്കുന്നതാണ് ഏറ്റവും റോൾ മോഡൽ ഇന്ന്.